ബേബി ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. വിശദാംശങ്ങൾ. ആലപ്പുഴ കലവൂരിൽ കൊല്ലപ്പെട്ട സുഭദ്രയുടെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഹലോ ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയത് ആസൂത്രിതമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. കൊല്ലപ്പെട്ട സുഭദ്രയെ അറിയാമെന്ന് മാത്യുവിന്റെ കുടുംബവും പറയുന്നുണ്ട്. സുഭദ്രയും ഒളിവിൽ കഴിയുന്ന ഷർമിളയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികളെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. അന്വേഷണ സംഘം പ്രതികളെ തിരഞ്ഞു ഉടുപ്പിയിലേക്ക് അന്വേഷണം നീങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ. ഇപ്പോൾ എബി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എബി, സംസ്കാര ചടങ്ങുകളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരു അല്പസമയം മുമ്പാണ് സുഭദ്രയുടെ മൃതദേഹം എറണാകുളം രവിപുരത്തെ ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. ഒപ്പം തന്നെ മൃതദേഹമുള്ള ആളുകൾ ഇവിടെ എത്തുകയും ചെയ്യുന്നു. സ്ഥലം എം എൽ എ ആയിട്ടുള്ള ടി വി വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ഇവിടെയുണ്ട്. അന്തിമോപചാരം ചടങ്ങുകൾ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്മശാനത്തിലെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് മൃതദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ അകത്തേക്ക് കൊണ്ടുപോയി ലഭിക്കുക എന്നുള്ള ചടങ്ങിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള സംഭവം വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ കൊലപാതക വിവരം ഈ നാട്ടുകാർ അറിയുന്നത്, കുടുംബം അറിയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സുഭദ്ര ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. ഇപ്പം തന്നെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും എല്ലാവരോടും വളരെ സ്നേഹത്തോടും ഒക്കെ ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. ആ നിലയ്ക്കാണ് എല്ലാവരും സുഭദ്രയെ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഈ നമ്മളിവിടെ വന്നു നിൽക്കുമ്പോൾ എല്ലാവരും വളരെ വേദനയോടുകൂടി തന്നെയാണ് ഇത്രയും ഒരു സംഭവത്തെ അവർ കാണുന്നത്. അത് ഇപ്പോഴും അതിന്റെ ഒരു വ്യസനത്തിൽ നിന്നും മാറാനായിട്ട് അവർ കഴിഞ്ഞിട്ടില്ല. മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. മക്കൾ ഒപ്പം തന്നെ മറ്റ് ബന്ധു ജനങ്ങളുണ്ട്, അയൽവക്കത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. അങ്ങനെ ഉള്ള ആളുകളെല്ലാം തന്നെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കണം. അല്പസമയം മുമ്പാണ് ആലപ്പുഴയിൽ നിന്നും ആംബുലൻസ് മുഖേന ഇതിലേക്ക് മൃതദേഹം എത്തിച്ചത്. സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഈ പോലീസ് എന്തെങ്കിലും പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്? ഉടുപ്പി കേന്ദ്രീകരിച്ച് തന്നെയാണോ പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നത്? ഈ പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ ലഭിക്കും, അല്ലെങ്കിൽ പ്രതികൾ ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത എന്തായാലും പോലീസിന് ആ സമയത്ത് തന്നെ ലഭിച്ചിരുന്നു. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. സംസ്ഥാനം വിട്ട് പുറത്തേക്ക് അവർ പോയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. അതിനുള്ള കാരണങ്ങൾ കൂടി അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഉള്ള അനുമാനത്തിൽ എത്തുന്നതിനുള്ള കാരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ആ അന്വേഷണം ആ നിലയ്ക്ക് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുക. ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതികളെ വളരെ വേഗം പിടികൂടാൻ കഴിയുമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് സംഘത്തിനുള്ളത്. ഇവർ ഉടുപ്പി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം എന്തായാലും നടക്കുന്നുണ്ട്. കാരണം അവിടെ വരെ ഇവർ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിവരുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ച അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതനുസരിച്ചുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും ആലപ്പുഴ കലവൂരിൽ കൊല്ലപ്പെട്ട സുഭദ്രയുടെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം രവിപുരം ശ്മശാനത്തിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അന്വേഷണത്തിൽ ഇപ്പോൾ ഉടുപ്പി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമായും പോലീസ് മുന്നോട്ട് പോവുകയാണ്. പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്.